അവളുടെ അമ്മ എന്നും കരയുമായിരുന്നു. ഞാൻ കിടക്കണ പോലെ ഒരു മുറിയില് പിഴച്ച പെണ്ണിനെ പൂട്ടിയിട്ട ചോദ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും അറിയാമായിരുന്നോ? എന്നിട്ട് ആരും ചോദിച്ചില്ല. എല്ലാവരും എന്തിനാ അമ്മ മാത്രം കുറ്റം പറഞ്ഞത്? അറിഞ്ഞൂടാ. അറിയണതൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊന്നും പാടില്ല. അങ്ങനെ വിലക്കിയിരുന്നു ചെമ്പേരി തമ്പുരാൻ. തുറന്നു വിട്ടത് പിടിച്ച് ഇവിടെ പുറത്തിറക്കിയത് ആരാണെന്ന് അല്ല. ഞാനാ. ഗവേഷണത്തിന് വന്നതിന്റെ വിഷയം ചെമ്പേരിക്കകത്തല്ല, പുറത്താ. കുസൃതിയല്ലിത്. ഓതി തന്ന് ചെയ്യിച്ചതാണെന്ന് എനിക്കറിയാം. ദൈവം പോലും ചെമ്പേരി തമ്പുരാന്റെ കണ്ണ് വെട്ടിക്കത്തില്ല. അതിന്റെ തെളിവാ ഞാനിപ്പോൾ തിരിച്ചെത്തി. ചെമ്പേരി തമ്പുരാൻ ഒരാൾക്ക് ചങ്ങല വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പുറലോകം കാണരുന്ന ആയുഷ്കാലം. കാലിലും മുറുക്കേണ്ട ചങ്ങലയാ കഴുത്തിലും മുറുക്കും. ഇപ്പൊ ഒന്നും ചെയ്യില്ല. അതിനുള്ള ധൈര്യം തമ്പുരാൻ ഉണ്ടാവില്ല. ഉത്തരേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീങ്ങ വന്നേ. ഇപ്പം നമ്മൾ പ്രതികരിച്ചൂടാ. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇന്നെന്താ പോലെ നേരത്തെ തീർന്നോ? വായനശാലയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ചന്ദ്രേട്ട എന്താ ചിറ്റയെ സ്ഥിരമായിട്ട് പുറത്തുവിടാൻ തമ്പുരാൻ തീരുമാനിച്ചോ? ഇല്ല, ചിറ്റയെ തമ്പുരാൻ പൂട്ടിയിട്ടു. അതിനാണ് ഇപ്പൊ ഇത്ര വലിയ സന്തോഷം? അല്ല, വേറൊരു കാര്യണ്ട്. എന്റെ അച്ഛൻ ആരാന്ന് ചിറ്റ പറഞ്ഞു. ആ, മദ്രാസിലാ. ജസ്റ്റിസ് മാധവൻ നായർ.
കാര്യേട്ടാ അല്ലാണ്ട് പിന്നെ ഓ, ചിറ്റയുടെ നാവിന്നത് വീണപ്പോ എനിക്ക് എനിക്ക് അറിയണ്ടായിരുന്നു താൻ. ഇത്രയും കാലം മോഹങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവില്ലേ? വിശേഷം അറിയണമെന്ന് തോന്നും, കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നും. ഇല്ല, എനിക്കിത്ര അറിഞ്ഞാ മതി. ഒന്നുകൂടി ഒന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കിയേ, അപ്പോ അറിയാം. ജസ്റ്റിസിന് വേറെ കുടുംബം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപകട. ബാലേട്ടൻ എന്താ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാത്തെ? പിന്നെ ആരുടെ ഭാഗത്ത് നിന്നായി പറഞ്ഞത്? എനിക്കും കുറച്ച് പേടിയുണ്ട്. എന്തിന്? കാലത്തിന്റെ കറങ്ങിത്തിരിച്ചല് നിസ്സാരമല്ലേ? ഒക്കെ അവസാനിപ്പിച്ച് ജസ്റ്റിസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയാ പിന്നെ പാടത്തെ പണിക്കാരന് വലിയ സ്ഥാനമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്നെ കുറിച്ച് കരുതിയിരിക്കണേ? ആ, എനിക്ക് നല്ല കാലം വരണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. ഇനിയിപ്പോ ഒരു ദിവസം ഉദിച്ചെന്ന് വെച്ചാലും ഞാൻ നേരെ വരുന്നത് ഈ പാടത്തേക്ക് തന്നെയാ. എന്നിട്ട് ബാലേട്ടന്റെ കൈയും പിടിച്ചേ നടക്കൂ. എന്റെ പൊട്ട മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വന്നാ ഞാൻ ബാലേട്ടനോടല്ലാതെ വേറെ ആരോട് പറയാ? ഞാൻ കളിയായിട്ട് പറഞ്ഞതാ. അസലായിട്ടൊന്ന് ചിരിച്ചു കണ്ടു, അത് മതി. ചാടി തുള്ളണെന്നാ തോന്നണേ. ആയിക്കോ. ഇവിടെയോ? എനിക്കോ അയ്യാ. പിന്നെ ആ ഉണ്ട്, ചെമ്പേരിയില് എല്ലാവരും ഉറങ്ങിയിട്ട്. ആ, ഞാൻ പോട്ടെ. ഇതൊന്നും പറയാതെ സമാധാനം ഇല്ലാഞ്ഞിട്ടാ. എവിടുന്നാ നീ ഓടിക്കതച്ചു വരുന്നേ? ബാലേട്ടനെ കാണാൻ പോയതാ. പോട്ടെ, അടുക്കള നിറച്ച് പാത്രങ്ങളാ, ചെന്നില്ലെങ്കിൽ പ്രശ്നവും. ഞാനെന്തോ ചോദിക്കണമെന്ന് കരുതിയല്ലോ. ആ, നല്ല ഭംഗിയുണ്ടോ കാണാൻ? വെളുത്ത് നല്ല ഉയരത്തില. ആര്? എന്റെ അച്ഛൻ ജസ്റ്റിസ് മാധവൻ നായര്. ഞെട്ടണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. എന്തൊരു ഗൗരവം അല്ല പേര് കേൾക്കുമ്പോ. കാണാനും അങ്ങനെ തന്നെ ആവോ? ശബ്ദം എങ്ങനെയാ? ഗൗരവത്തില അതോ നല്ല കേൾക്കാൻ സുഖമുള്ള ഇഷ്ടം തോന്നുന്ന സാറാ? നീ വേറൊരു ലോകത്തല്ലേ? പിന്നെ വേണ്ട, ഓരോന്ന് ചോദിക്കാൻ നിന്നാ ഇവിടുന്ന് പോവാനേ പറ്റില്ല. ഞാൻ പോട്ടെ. എങ്ങനെയായിരിക്കും അച്ഛന്റെ മുഖം? എനിക്ക് അച്ഛന്റെ കണ്ണാന്ന് ചിറ്റ പറഞ്ഞു. അപ്പോ വെളുത്തിട്ടായിരിക്കും, സംശയമില്ല. തമ്പുരാനില്ലേ അവിടെ? ഗൗരവക്കാരനായിരിക്കും അച്ഛൻ. ജസ്റ്റിസുമാരെ കണ്ടാൽ തന്നെ പേടിയാവും. എന്താ പാവങ്ങൾക്ക് ജഡ്ജിയായ? അതൊരു ജോലിയല്ലേ? ഒന്ന് കാണണം, ദൂരെ നിന്നായാലും.
ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോ. ഞാൻ വിളിക്കാം. ആരാന്ന് പറയണം. ഞാൻ ജസ്റ്റിസ് മാധവൻ നായർ. ഹലോ, ഹലോ, ഹലോ. ഹലോ, കുട്ടി ആരാ? ഞാൻ ശടാ, ആരാത്? ഹലോ. ആ, നമസ്കാരം തമ്പുരാൻ. എന്താ തിരക്കൊഴിഞ്ഞോടോ തന്റെ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാനും കുടുംബവും നാളെ അങ്ങോട്ട് വരിക. അത് പറയാനാ വിളിച്ചത് തമ്പുരാൻ. ആ, അപ്പൊ ചെമ്പേരിക്കൊരു ഉത്സവമായി എന്നർത്ഥം. തൽക്കാലം കുറച്ചുനാള് നാട്ടിൽ തന്നെ കൂടാനാ ഉദ്ദേശം. ആ, അതാ നല്ലത്. ഈ വിരുന്ന് പോകുന്നിടം വീടോളോ ആവില്ലടോ. ആ, അപ്പോ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓ, ശരി ശരി, ഗുഡ് നൈറ്റ്. ആ, അതെ, ഒരുക്കങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തോളണം. ജസ്റ്റിസ് മാധവൻ നായർ നാളെ വരുന്നു. എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ആ, അച്ഛൻ നാളെ വരുന്നു. എന്റെ അച്ഛൻ നാളെ വരുന്നു. പഴയ ആളല്ല എളുപ്പം. ജസ്റ്റിസ് മാധവൻ നായരെന്ന് പറഞ്ഞ മദ്രാസില് വലിയ വിലയാ. സർക്കാർ തീരുമാനങ്ങൾക്കൊക്കെ ഇപ്പം മൂപ്പരെയാ വിളിക്കുന്നത്. എത്ര ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല. കുഴപ്പമില്ലാതെ മടങ്ങിയാ മതിയായിരുന്നു. ആ, മേലെ കിടക്കണുണ്ടല്ലോ ഒരു ശവം. എന്താ വിളിച്ചു പറയാന്ന് വല്ല നിശ്ചയമുണ്ടോ? ചെമ്പേരിയിൽ വരുന്നയാള് നാണം കെടുക എന്ന് പറഞ്ഞ ചെമ്പേരിയിൽ ഉണ്ടാക്കിയ മാനക്കേടോ? അഭിപ്രായം പറയാനല്ല ഞാനിവിടെ വന്ന് ഈ കാര്യം പറഞ്ഞത്. ആ, അവിടെ കുഴിവെട്ടി മൂടിയപ്പോ തീർന്നു നാണക്കേട്. ജീവിച്ചിരിക്കുന്നവരുടെ അന്തസ്സാ മുഖ്യം. ആ പെൺകുട്ടിയുടെ മുമ്പിൽ വന്ന് നിൽക്കില്ലേ? അതിന്റെ അച്ഛനല്ലേ? അന്ന് ചത്തുപോയി എന്ന് പറയാൻ തോന്നിയത് ഭാഗ്യം. അയാൾക്ക് മനസ്സമാധാനത്തോടെ വരാം. എന്നാലും എന്താ ജസ്റ്റിസ് വരുമ്പോ പറയണോ ഇത് മകളാ, അവളെ കൂട്ടിക്കൊണ്ടു പൊക്കോളാൻ വേണോ? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്ത് ചെയ്യുന്നു അതാ ശരി. എന്റെ മാത്രമല്ല, എന്റെ ചുറ്റുമുള്ളവരുടെ എല്ലാവരുടെയും. അതിനി ഒരു തിരുത്ത് വേണ്ട. തന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും പിഴച്ചവളുടെ മകളാണെന്നുള്ള ചിന്ത അവളിൽ നിന്ന് മാറാൻ പാടില്ല. അതാ ഇപ്പൊ എന്റെ ശരി.
ഒരർച്ചന കഴിക്കണം. പേര് മാധവൻ നായർ. നക്ഷത്രം? നക്ഷത്രം വേണ്ട, പേരില് കഴിച്ചാ മതി. അല്ല, ഉത്തരക്കുട്ടിക്ക് ഇന്നെന്തോ വ്യത്യാസമുണ്ടല്ലോ. സാധാരണ ഇവിടെ നിന്ന് കരയണതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്ന് സന്തോഷമുള്ളൊരു ദിവസ. ഇത്രയും നാളും ഞാൻ ഇവിടെ വന്ന് കരഞ്ഞാന് ദൈവം കൂലി തന്ന ആഹാ. ദിവസ. എന്താ വിശേഷം? ഒക്കെ ഞാൻ പിന്നെ പറയാൻ തിരുമേനി. ആരോഗ്യത്തിന് വേണ്ടി തിരുമേനി ഒന്ന് നന്നായി പ്രാർത്ഥിക്കണം. ആയിക്കോട്ടെ. എന്തായാലും കുട്ടിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ. അത് തന്നെ ആശ്വാസം. ഭഗവാനെ. ഈശ്വര, എന്റെ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. മിണ്ടണ്ട, എന്നെ മനസ്സിലാക്കണ്ട, തൊട്ടടുത്തൊന്ന് ചെന്ന് നിൽക്കാൻ സാധിക്കണേ.